We start? Just give a couple of minutes. Just 50 more seconds. 4:30. Everybody please go on mute. Everyone, please. Yes, ma'am. Everyone on mute. We'll wait for few more seconds. It's almost, we have around 47 participants. The moment it touch 50, we'll start. Nammal start ചെയ്യാം കേട്ടോ. Joel, 1 minute. चुप रहे. Selbin, you are there? Yeah, I'm there. Okay, great. So just start ചെയ്യണേ. Yes. Okay. Hello everyone. Namaskaram. Thanks for joining. നമ്മള് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ നാടിനെ പറ്റി ഓർക്കുമ്പോൾ അവിടുത്തെ ഭൂപ്രകൃതി, അവിടുത്തെ സംസ്കാരം, ഇതൊക്കെ വളരെ നൊസ്റ്റാൾജിക് മെമ്മറിയാണ് നമുക്ക് തരുന്നത്. അതോടുകൂടി തന്നെ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് മലയാള ഭാഷ എന്ന് പറയുന്നത്. നാട്ടിൽ ജനിച്ചു വളർന്ന എല്ലാവർക്കും ഈ ഭാഷ അടുത്തറിയുവാനും അത് ഉപയോഗിക്കുവാനും സാഹചര്യം കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാൽ പല കാര്യങ്ങൾ കൊണ്ട് കേരളത്തിന്റെ വെളിയിൽ ജോലി തേടി വരികയും അവരുടെ തലമുറകൾക്ക് ഈ ഒരു ഭാഷയുടെ മാധുര്യം മനസ്സിലാക്കാനും അതിനോട് അടുത്തിഴകാനുമുള്ള സ്റ്റേജുകൾ വളരെ കുറവാണ്. അതിന്റെ റിസൾട്ട് നമുക്ക് നമ്മുടെ പള്ളികളിലും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എബിലിറ്റി ടു റീഡ്, റൈറ്റ് ആൻഡ് സ്പീക്ക് for those generation born and brought up outside Kerala, അത് കുറച്ച് ലിമിറ്റഡ് ആയി വരികയാണ്. ആ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കിക്കൊണ്ട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് പൂനെ അതെങ്ങനെ ബ്രിഡ്ജ് ചെയ്യാമെന്നതിനെ പറ്റി ചിന്തിക്കുകയും പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു മലയാളം ക്ലാസ് തുടങ്ങിയാൽ എന്താണെന്ന് ചിന്തിക്കുകയും അതിന് പല കാര്യങ്ങൾ തുടങ്ങിയും ആ പരിശ്രമങ്ങളുടെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ മലയാളം പരിശ്രമം, അതായത് സെന്റ് മേരീസ് പള്ളിക്കുടം ഇന്ന് തുറക്കുന്ന ഒരു സെറിമണിയാണ് നടക്കുന്നത്. ആ സെറിമണിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോടുകൂടി ഈ ചടങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് പ്രാർത്ഥനയെ നമ്മൾ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ സജീവച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആരംഭിക്കാം. മഹത്വം കൊണ്ട് ആകാശവും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തെ പരിശുദ്ധൻ കർത്താവിന്റെ തിരുനാമത്തിൽ പരിപാലിക്കുന്നതിന് വാഴ്ത്തപ്പെട്ടവനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധനാകുന്നു. കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, വിളിച്ച് ഞങ്ങൾ ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. എന്നേക്ക് നിനക്കൊടുക്കുന്നു. ആമേൻ. മറിയമേ, സമാധാനം നമ്മുടെ തമ്പുരാനോട് അപേക്ഷിച്ചോടുമാറാകണമേ. അടുത്തതായി ഈ ചടങ്ങില് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് നമ്മുടെ ഇടവകയുടെ ജോയിന്റ് ട്രസ്റ്റി, ഈ പള്ളിക്കൂടത്തിന്റെ കോൺട്രിബ്യൂട്ടറിൽ മെയിൻ ഒരാളുമായ നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ ജോസഫ് സക്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും. അഭിമന്യ ഗീവർഗീസ് മാർ കൂറല്ലൂർ തിരുമേനി, ബഹുമാനപ്പെട്ട സജീവ് കെ വർഗീസ് അച്ഛൻ, ആദരണീയരായ അധ്യാപകരെ, മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, അഭ്യുതകാംക്ഷികളായ മറുനാടൻ മലയാളികൾ, കേരളത്തിന് വെളിയിൽ ജനിച്ചു വളർന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃഭാഷ അഭ്യസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് തുടങ്ങിയ ഈ വെർച്വൽ മലയാളം ക്ലാസിന്റെ തുടക്കത്തിൽ നിങ്ങൾ ഏവർക്കും സ്വാഗതം ആശംസിക്കുന്ന കടമയാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. സ്വതന്ത്ര ഭാഷയെന്ന മലയാളം 400ഓളം വർഷങ്ങൾക്ക് പഴക്കമുണ്ട്. ഇന്ത്യയിൽ പ്രധാനമായും കേരള സംസ്ഥാനത്തിലും ലക്ഷദ്വീപിലും പുതുച്ചേരിയുടെ ഭാഗമായ മയ്യഴിയിലും സംസാരിക്കപ്പെടുന്ന ഭാഷയാണ് മലയാളം. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന 5ാമത്തെ ഭാഷയാണ് മലയാളം. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും മലയാളികളുണ്ട്, അവിടെവിടങ്ങളിൽ മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഹത്തായ മലയാള ഭാഷ പഠിക്കുന്നതിൽ നമുക്ക് അഭിമാനം കൊള്ളാം. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്: ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ. ഈ ലോക്ക്ഡൌൺ കാലത്ത്, ഈ മഹാമാരിയുടെ നടുവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃഭാഷ അഭ്യസിപ്പിക്കുവാനും ഈ നമുക്ക് കൂടുതലായി അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി ഈ ഓൺലൈൻ മലയാളം പള്ളിക്കൂടത്തിന്റെ ഉദ്ഘാടന നിർവഹണത്തിന് മുഖ്യാതിഥേയത്വം വഹിക്കുന്ന നമ്മുടെ ബോംബെ ഭദ്രാസനാധിപൻ അഭിമന്യ ഗീവർഗീസ് മാർ കൂറല്ലൂർ തിരുമേനിക്കാണ്. തിരുമേനിയുടെ സ്നേഹവും വാത്സല്യവും അനുഗ്രഹങ്ങളും ഈ ഉദ്യമത്തിന്റെ സുഗമമായ നടത്തിപ്പിനും അതിന്റെ ലക്ഷ്യത്തിൽ എത്തുവാനും തിരുമേനിയുടെ അനുഗ്രഹാശിസുകളോടുകൂടിയ സാന്നിധ്യം എന്നും ഞങ്ങൾക്ക് ആവശ്യമാണ്. പൂന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിന്റെ ഓൺലൈൻ മലയാളം പള്ളിക്കൂടത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് അഭിമന്യ തിരുമേനിക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് ഈ സംരംഭത്തിന്റെ പ്രസിഡന്റായ, നമുക്കെല്ലാത്തിനും മാർഗദർശിയായ നമ്മുടെ ബഹുമാനപ്പെട്ട സജീവ് കെ വർഗീസ് അച്ഛനാണ്. അച്ഛൻ എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ല ഇടയനായി എന്നും നമ്മോടൊപ്പം ഉണ്ട്. അച്ഛന്റെ പ്രചോദനം നമുക്ക് ഒരു മുതൽക്കൂട്ടാണ്. അച്ഛന് ഈ ക്ലാസിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് ബഹുമാനപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കാണ്. ഈ മലയാളം വെർച്വൽ ക്ലാസിന്റെ ആശയം അവരെ അറിയിച്ചപ്പോൾ അതിന്റെ സാധ്യതകളെ പറ്റി ചർച്ച ചെയ്യുകയും
അത് നടത്തിപ്പിനായി എല്ലാ സപ്പോർട്ടും നിന്ന് സഹായിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. നല്ലവരായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഈ മലയാളം വെർച്വൽ ക്ലാസിന്റെ പേരിലും എന്റെ ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് ഈ ഓൺലൈൻ മലയാളം പള്ളിക്കൂടത്തിന്റെ ഹെഡ് മാസ്റ്റർ, നമുക്ക് ഏവർക്കും ആദരണീയനും സുപരിചിതനുമായ ശ്രീ രാജൻ. രാജൻ സാർ ഈ മലയാളം വെർച്വൽ ക്ലാസിന്റെ സാരഥ്യം വഹിക്കുന്ന മുഖ്യ അമരക്കാരനാണ്. അദ്ദേഹത്തിന് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് ഈ പള്ളിക്കൂടത്തിൽ പഠിക്കുവാൻ എത്തിയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും മറ്റ് മുതിർന്ന വിദ്യാർത്ഥികൾക്കുമാണ്. ഈ സംരംഭം നമ്മുടെ മാതൃഭാഷയുടെ മഹത്തായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുവാനും അത് നിങ്ങളുടെ ജീവിത ശൈലിയിൽ പ്രായോഗികമാക്കുവാനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മലയാളം പള്ളിക്കൂടത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾക്ക് ഞാൻ സ്വാഗതം അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് ഈ മലയാളം ക്ലാസ്സിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കാമെന്ന് ഏറ്റ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾക്കാണ്. അവരുടെ സാന്നിധ്യം ഇതിന്റെ നടത്തിപ്പിനും എല്ലാവിധമായ ആദ്യന്തം നല്ലവരുടെ രക്ഷിതാക്കൾക്ക് ഈ വേളയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് ഈ ഓൺലൈൻ പഠിപ്പിക്കാനായി സുമനസാലയിട്ട അധ്യാപകരായ മിസസ് റീജാജി ജോർജ്, മിസസ് പ്രിയ അനിൽ, ശ്രീ അനിൽ അരുണാലയം, അതുപോലെ സപ്പോർട്ട് ടീച്ചേഴ്സായ ശ്രീ സാലു സാം, മിസസ് സാലി ബിജു, മിസസ് എലിസബത്ത് ജോസഫ് എന്നിവർക്കും, അതുപോലെ ഇതിന്റെ ടെക്നിക്കലായ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന മിസസ് വിദ്യ മാർഗദർശനം. ഇവരെല്ലാവരും നമുക്ക് സുപരിചിതരാണ്. ഇവരുടെ അധ്യാപനം, ഇവരുടെ സേവനം വിദ്യാർത്ഥികൾക്ക് അത്യന്തം ഉപകാരപ്രദമാകട്ടെ. ഇവരുടെ പേഴ്സണലായ കാര്യങ്ങളും പ്രൊഫഷണലായ കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും കുറെ സമയം വേർതിരിച്ച് ഈ മലയാളം വെർച്വൽ ക്ലാസ്സിൽ പഠിപ്പിക്കുവാനായി അവർ കാണിച്ച സന്മനസ്സിന്, ത്യാഗോജലമായ സന്മനസ്സിന് നന്ദിയുണ്ട്. നല്ലവരായ അധ്യാപകർക്ക് ഇതിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയും സ്വാഗതം ആശംസിക്കാനുള്ളത് ഈ മലയാളം ഓൺലൈൻ ക്ലാസിന്റെ ഉദ്ഘാടന വേളയിൽ ഓൺലൈനായിരുന്ന് കാണുന്ന എല്ലാ ഇടവകാംഗങ്ങളെയാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ ഏവർക്കും ഈ സംരംഭത്തിന്റെ പേരിൽ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സംരംഭത്തിന്റെ നടത്തിപ്പിനും അതിന്റെ എല്ലാവിധമായ ഉന്നമനത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ഒരു സംരംഭത്തെ പറ്റി നമ്മൾ തിരുമേനിയെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ നമ്മൾ ചോദിക്കുകയും ചെയ്തായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് തിരുമേനി ഇതിനോട് പ്രതികരിച്ചത്. തിരുമേനി ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ നേരിട്ട് ഓൺലൈനായിട്ട് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിലും സജീവച്ചൻ ത്രൂ ഒരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ മലയാളം ക്ലാസ്സിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും തിരുമേനി അദ്ദേഹത്തിന്റെ അഭിവാദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് തിരുമേനിയുടെ മെസ്സേജിലേക്ക് പോകാം. ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, We lost it. ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, അധ്യാത്മിക സംഘടനകളെ ഭാരവാഹികളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, ഏറ്റവും ദുഃഖപൂർണമായ ഈ കോവിഡ് നാളിൽ വളരെ ക്രിയാത്മകവും പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള പല കാര്യങ്ങളിൽ നമ്മുടെ ഇടവകൾ താല്പര്യപൂർവ്വം ശ്രദ്ധ വയ്ക്കുന്നു, ക്രിയാത്മകമായി പ്രതികരിക്കുന്നു, ഒരുമിച്ച് കൂടി ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി നിറവോടെ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതിൽ പ്രത്യേകമായ സന്തോഷമുണ്ട്. സാധാരണ ഒരിടവകയിലെ ദൈനംദിന അജണ്ടയിൽ ഉൾപ്പെടാത്ത ഒരു പ്രത്യേക കാര്യം നിർവഹിക്കുന്നതിൽ പൂന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക
വളരെ സജീവമായി മാതൃകാപരമായി ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതിൽ അനൽപമായി സന്തോഷിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ പഠനവും ബാലബാലിക സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളും OVBS ഒക്കെ നടത്തുന്ന പതിവുണ്ട്. ഞാൻ അതോടൊപ്പം മലയാള ഭാഷ പഠിക്കുവാനായിട്ട് ഈ കോവിഡ് നാളിൽ അവസരങ്ങൾ ഒരുക്കുകയും അനേകരെ അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ക്രിയാത്മകമായി അതിൻ്റെ ക്ലാസ്സുകൾ നടത്തുവാൻ തക്കവണ്ണം പദ്ധതി ഇടുകയും ചെയ്തിരിക്കുന്നത് അസൂയാവഹമാണ്, ഏറ്റവും മാതൃകാപരമാണ്. അതിനുവേണ്ടി നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും അധ്യാത്മ സംഘടനകളുടെ പ്രവർത്തകരും ഭാരവാഹികളുമായിട്ടുള്ളവരെയും പ്രത്യേകിച്ചും ഈ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷയിൽ ഉറ്റിരിക്കുന്ന എവരെയും ഹൃദയംഗമായിട്ട് അനുമോദിക്കുകയാണ്. നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ, അതിൻ്റെ ആഴവും പരപ്പും ഉൾക്കൊണ്ടുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് വളരുന്ന തലമുറയ്ക്ക് അവസരമുണ്ടാക്കുന്നെങ്കിൽ, അവിടെ ഉരുവിടുന്ന ഓരോ ശബ്ദത്തിൻ്റെയും ആഴവും പരപ്പും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നന്മയിൽ വളരുവാനായിട്ട് സാധിക്കും, ക്രിയാത്മകമായി മുന്നേറുവാനായിട്ട് സാധിക്കും, സത്യവും വിശുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ജീവിതത്തെ പുതുക്കുവാനായിട്ട് സാധിക്കും. ആ ഭാഗ്യകരമായിട്ടുള്ള അനുഭവത്തിന് അവസരം ഒരുക്കുവാനാണ് മലയാള ഭാഷ പഠിക്കുവാനായിട്ടുള്ള ഒരു സംവിധാനം ഓൺലൈൻ ക്രമീകരണത്തിൽ അവിടെ വേർതിരിക്കുന്നത്. അത് ഏറ്റവും ശ്ലാഘനീയമാണ്, മാതൃകാപരമാണ്. അത് ആരെല്ലാം ഏതെല്ലാം ചിന്തകളോടുകൂടിയാണോ വേർതിരിക്കുന്നത്, ആ നല്ല ചിന്തകൾക്കെല്ലാം ദൈവം മാനം കൊടുക്കട്ടെ, അവസരങ്ങൾ ഒരുക്കട്ടെ. അനേകരെ, പ്രത്യേകിച്ചും വളരുന്ന തലമുറയെ ഈ ഭാഷ പഠിക്കുവാനും ആ ഭാഷയിൽ ആരാധിക്കുന്ന അവസരങ്ങളിൽ അനുഭവങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിക്കുവാനും ദൈവകൃപയിൽ ആനന്ദിക്കുവാനും ഭവനത്തിലുള്ള അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും പോലും സംഭാഷിക്കുവാനുള്ള വ്യുൽപ്പത്തി നേടുവാനും അങ്ങനെ കൂടുതൽ ഹൃദ്യമായിട്ടുള്ള കുടുംബജീവിതവും ബന്ധങ്ങളുടെ ദൃഢതയും ആരാധനയുടെ സമൃദ്ധിയും മൂല്യങ്ങൾ കണ്ടെത്തുവാനുള്ള അവസരങ്ങളുടെ വേലിയേറ്റവും സൃഷ്ടിക്കുന്ന ഒരു വലിയ പ്രക്രിയയിൽ ആനന്ദപൂർവ്വം കടന്നു വരുവാൻ തക്കവണ്ണം അവസരമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. രാവും പകലും അധ്വാനിച്ചാൽ മാത്രമേ ആദ്യഘട്ടത്തിൽ ഈ വെല്ലുവിളിയെ നേരിടുവാൻ ഒക്കുകയുള്ളൂ. ആരംഭകാലത്ത് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രോത്സാഹനത്തിന് പകരം നിരുത്സാഹപ്പെടുത്തുന്ന ഘടകങ്ങളും ധാരാളമായിട്ടുണ്ടായേക്കാം. എങ്കിലും തളർന്നു പോകാതെ വളരെ പ്രത്യാശയോടുകൂടി, ആത്മധൈര്യത്തോടുകൂടി, പൂർണ്ണമായ ദൈവശരണത്തോടുകൂടി, വിശ്വാസദാർഢ്യത്തോടുകൂടി ഈ കാര്യത്തിൽ ശ്രദ്ധ വെച്ച് കഠിനമായിട്ട് അധ്വാനിച്ചാൽ അതിൻ്റെ ഫലം വളരെ വിപുലമായിരിക്കും. പ്രത്യേകിച്ചും മലയാള ഭാഷയെക്കുറിച്ച് ഒരു നിശ്ചയവും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ അവർ ഇരുട്ടിൽ തപ്പുന്നത് പോലെ ആരാധനയുടെ അവസരത്തിലും ഭവനത്തിലെ സംഭാഷണങ്ങളുടെ മുഹൂർത്തങ്ങളിലുമൊക്കെ തളർന്നു പോകുന്ന ആ സാഹചര്യം മാറിയിട്ട് ഉയർപ്പോടുകൂടി, ഉണർവോടുകൂടി, പ്രത്യാശയോടുകൂടി, ആത്മധൈര്യത്തോടുകൂടി ആ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുവാനായിട്ട് അവസരം ഒരുക്കുന്ന വലിയ ഒരു പ്രക്രിയയാണ്. എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. എന്നാൽ അത് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ദൈവകൃപ ധാരാളമായിട്ടുണ്ടാവട്ടെ. മാതാവിൻ്റെ വാങ്ങിപ്പെരുന്നാളും ജനനപ്പെരുന്നാളും ആചരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ വലിയ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുമ്പെടുന്നത്. മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥത നമുക്ക് തുണയായിരിക്കട്ടെ. സജീവമായിട്ട് ആ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുവാൻ തക്കവണ്ണം ദൈവകൃപ സമൃദ്ധമായുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇതിനോട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും ദൈവകൃപ സമൃദ്ധമായുണ്ടാകുവാനും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ആവോളം ആസ്വദിക്കുവാനും അതുവഴി ഉണ്ടാകുന്ന കൃപയ്ക്കായിട്ട് ഒരുമിച്ച് ജീവനുള്ള ദൈവത്തിന് മഹത്വം പാടുവാനും തക്കവണ്ണം വിലപ്പെട്ട അവസരങ്ങളെ ദൈവം വേർതിരിക്കട്ടെ. ഉയരത്തിൽ നിന്ന് കൃപകൾക്ക് പകർന്ന് നിങ്ങളെ ശക്തരാക്കട്ടെ. ആത്മാവിൽ ബലപ്പെട്ട് ആനന്ദത്തോടുകൂടി കൂടുതൽ അറിവ് സമ്പാദിച്ച് നല്ല ക്രൈസ്തവ ജൈത്രയാത്ര തുടരുവാൻ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, വളരെ മനോഹരമായ
വളരെ മോട്ടിവേറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു നമ്മുടെ അഭിമന്യ തിരുമനസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു ഫാമിലി പോലെ നിന്ന് ഈ ഉദ്യമം മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ എന്ത് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതിന്റെ റിസൾട്ടിലേക്ക് വരാൻ തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അടുത്തതായിട്ട് നമ്മുടെ ഈ പള്ളിക്കൂടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും അതിനനുബന്ധിച്ചിട്ടുള്ള മെസ്സേജ് നൽകുന്നതിനുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ സജീവച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ഇടവകയുടെ അഭ്യുദയകാംക്ഷികളും മലയാള പഠനത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന വിദ്യാർത്ഥികളിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആദരവ് അറിയിക്കുകയാണ്. നാം ആരംഭിക്കുന്ന ഈ പ്രസ്ഥാനം ഒരു പള്ളിക്കൂടമാണ്. പള്ളിക്കൂടം എന്ന് പറയുന്നത് എപ്പോഴും തൊഴുകൈകളോടുകൂടെ സ്വീകരിക്കേണ്ട ഒന്നാണ്. കാരണം ഗുരുവും അക്ഷരത്തെയും അക്ഷരം എന്ന് പറയുന്ന മലയാള പദം എന്ന് അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ക്ഷരം ഇല്ലാത്തത് എന്നാണ്. അക്ഷരം എന്നാൽ ക്ഷരം ഇല്ലാത്തത്. ക്ഷരം എന്ന് പറഞ്ഞാൽ ദ്രവിക്കുക എന്നുള്ളതാണ്. ദ്രവിക്കാത്തത്, നശിച്ചു പോകാത്തത് എന്ന. ഒരിക്കലും ഈ അക്ഷരം ഒരിക്കലും നശിച്ചു പോവുകയില്ല. അത് ലോകത്തില് എന്നും നിലനിൽക്കും. നമുക്കറിയാം, ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെട്ടത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് വാക്കുകൾ കൊണ്ടാണ്. ആദിയിൽ ആകാശവും ഭൂമിയും അതിനുശേഷം കാണുന്ന ഈ പ്രപഞ്ചവും സർവ്വതിന്റെയും സൃഷ്ടി വാക്കുകൾ മൂലമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വാക്കിന് വളരെ അർത്ഥമുണ്ട്. വാക്ക് എവിടെ നിന്ന് ആരംഭിക്കുന്നത്? അക്ഷരത്തിൽ നിന്നാണ് ഓരോ വാക്കുകൾ. നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓരോ അക്ഷരത്തിൽ നിന്ന് വാക്കുകൾ ഉണ്ടാകുന്നു. വാക്കുകളിൽ നിന്നും ഓരോ പദങ്ങൾ നമ്മൾ ഉണ്ടാകുന്നു. അത് നമ്മൾ ഭാഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിന്റെ മൂല അർത്ഥം തുടങ്ങുന്നത് തന്നെ അക്ഷരത്തിൽ നിന്നാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരമില്ലാത്തത്, നശിച്ചു പോകാത്തത്. നമ്മൾ പോകും, ലോകം പോഴും. അതുകൊണ്ടാ പറയുന്നത്, ഈ ആകാശം മാറും, ഭൂതലവും മാറും, ആകപ്പാടെ മാറാതുള്ളത് ദൈവത്തിന്റെ വചനങ്ങൾ മാത്രം. ആ വചനങ്ങൾ കൊണ്ടാണ് ദൈവം ആകാശത്തെയും ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും സർവത്തെയും സൃഷ്ടിച്ചത്. അപ്പോൾ ഈ അക്ഷരത്തെ നമ്മൾ ഗുരുവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അക്ഷരം പഠിപ്പിക്കുന്ന ആള് ഗുരുവാണ്. ഗുരു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇരുള് അകറ്റുന്നത്, പ്രകാശം കൊണ്ടുവരുന്ന ആളാണ് ഗുരു. അറിവെന്ന് പറയുന്നത് ഒരു വലിയ നദിയാണ്. അറിവെന്ന് പറയുന്നത് ഒരു വലിയ നദിയാണ്. ഈ നദി ഒരിടത്തുനിന്ന് ആരംഭിച്ചാൽ അത് അതിന്റെ അവസാനം എന്ന് പറയുന്നത് ശുഷ്കമായി പോവുകയല്ല, വലിയ ഒരു ജലാശയത്തിലേക്ക് ചെന്ന് അത് അവസാനിക്കുകയാണ്. അതുപോലെയാണ് ഈ വിദ്യ അർത്ഥിക്കുന്ന ദാഹാർത്തരായിട്ടുള്ള ആത്മാക്കൾ അതിന്റെ തീരത്തെത്തി ബുദ്ധി കൊണ്ട് അത് കോരി ഹൃദയങ്ങളിൽ നിറച്ചിട്ടാണ് ദാഹം ശമിപ്പിക്കുന്നത്. അതാണ് അറിവ്. ബുദ്ധി കൊണ്ട് കോരി ഹൃദയത്തിൽ നിറച്ച് ദാഹം ശമിപ്പിക്കുകയാണ്. അങ്ങനെ അനേകരുടെ ദാഹം ശമിച്ചിട്ടുണ്ട്. എന്നാൽ ചിലര് ആ നദിയിലിറങ്ങി വെള്ളം കോരി മുഖം കഴുകി തൃപ്തരായിട്ട് മടങ്ങിയിട്ടുണ്ട്. എന്നാൽ അവരൊന്നും യഥാർത്ഥ വിദ്യാർത്ഥികളല്ല. യഥാർത്ഥ വിദ്യാർത്ഥികൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് കുടിക്കും തോറും ദാഹം ഏറിക്കൊണ്ടിരിക്കും, ദാഹം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ അവര് ആ നദിയിലൂടെ സഞ്ചരിച്ച്
ആ നദിയിലൂടെ സഞ്ചരിച്ച് അവർ ഗുരുസാഗരത്തിൽ എത്തിച്ചേരും. അവരെയാണ് പറയുന്നത് ജ്ഞാനോപാസകൾ എന്ന് പറയും. ജ്ഞാനോപാസകർ, അറിവ് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നേടിയെടുത്തിട്ടുള്ളവര്. നമ്മളൊക്കെ അതിനകത്ത് നിന്നും നമ്മുടെ അന്നത്തിനുള്ളത് നമ്മൾ സമ്പാദിച്ച് നമ്മൾ മടങ്ങിപ്പോയിട്ടുണ്ട്. നമ്മുടെ വയറിന് സമ്പാദിച്ച് വിദ്യ കിട്ടിക്കഴിയുമ്പം അല്ലെങ്കിൽ ജോലി കിട്ടിക്കഴിയുമ്പോൾ വിദ്യ ഉപേക്ഷിച്ച് നമ്മൾ മടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥ അറിവെന്ന് പറയുന്നത് ഒരാൾ എപ്പോഴാ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഏറ്റവും അവസാനം ജീവന്റെ ശ്വാസം നിലയ്ക്കുന്ന സമയത്ത് പോലും അവരൊരു പഠിതാവാണ്, പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു അവസരം നമുക്ക് ലഭിച്ചത് അതൊരു ദൈവീകമായ നീതിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇത് കുറെ നാളുകൾ കൂടി നമ്മുടെ മനസ്സിലൊക്കെ ഉരുത്തിരിഞ്ഞു വന്നു. ആരിലോ ഈ ബുദ്ധി ഉദിച്ച് അത് ഒരു പ്രകാശമായി നമ്മളിലേക്ക് അത് ഇപ്പോൾ വിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ബൈബിൾ പറയുന്നത് പോലെ ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനും മതി എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനും മതി. അത് ഈ പ്രമാണം ക്രിസ്തു തന്നെ അവതരിപ്പിച്ചതാണ്. ഉത്തമനായ ഒരു ഗുരുവിനെയാ കർത്താവ് ഇവിടെ ഗുരുവായിട്ട് അവതരിപ്പിക്കുന്നത്. ആ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഗുരു മനുഷ്യസ്നേഹിയും ദീർഘദർശിയും മുമ്പേ പറക്കുന്ന ആളുമാണ്. മുമ്പേ പോകുന്നവൻ, അതിന്റെ പുറകെ അനുഗമിക്കുന്ന ഒരവസ്ഥ. അതാ ശിഷ്യന്മാർക്കുള്ളത് അങ്ങനെയാണ്. ശിഷ്യന്മാർ അതിന്റെ പുറകെ ഇങ്ങനെ അനുഗമിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ ഔന്നത്യത്തിലേക്ക് എത്തുകയാണ് ശിഷ്യന്മാരുടെ പരമമായ ധർമ്മം. ഗുരുവിന്റെ ഹൃദയത്തിന്റെ ആ പരമോന്നത അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു ശിഷ്യന്റെ വാഞ്ചയോടുകൂടിയാണ് നമ്മൾ പഠിക്കാനായിട്ടിരിക്കുന്നത്. അപ്പൊ അറിവ് നേടുക അല്ലെങ്കിൽ ഗുരുവിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ ഗുരുവിനെ കവച്ചു വെക്കുന്നതിനപ്പുറമായിട്ട് ഗുരുവിനെ പോലെ ആകാൻ ഉള്ള ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ, അശോക ചക്രവർത്തി കലിംഗ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാജ്യം ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഒരുപക്ഷെ ആ രാജാവ് ഈ കലിംഗ യുദ്ധത്തിലൂടെ രാജ്യം പിടിച്ചടക്കിയപ്പോൾ അദ്ദേഹം കുറച്ചും കൂടെ പിടിച്ചടക്കാനായിട്ടാണ് ആഗ്രഹിക്കേണ്ടത്. പക്ഷേ കലിംഗ യുദ്ധത്തിലൂടെ അശോക ചക്രവർത്തി യുദ്ധം വിജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്നത് രാജ്യം ഉപേക്ഷിക്കാൻ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കലിംഗ യുദ്ധത്തിൽ മരിച്ചു വീണ ഭടന്മാരെ നോക്കി അശോക ചക്രവർത്തിയുടെ ഗുരു ഒരു ചോദ്യം ചോദിച്ചു. അശോക ചക്രവർത്തിയോടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം ഇതാണ്: ഇവരിൽ ഒരാളെയെങ്കിലും താങ്കളുടെ മിടുക്കുകൊണ്ട് ജീവിപ്പിക്കുവാൻ കഴിയുമോ? യുദ്ധത്തിൽ മരിച്ചു വീണ സ്വന്തം കൂട്ടത്തിലുള്ളവരുണ്ട്, എതിർ സൈന്യത്തിലുള്ളവരും ഒക്കെ. അങ്ങനെ നിരവധി ആളുകള് മരിച്ചു വീണപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവാണ് ചോദിക്കുന്നത്, താങ്കൾ വലിയ മിടുക്കനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ ഈ മരിച്ചു വീണവരിൽ ഒരാൾക്കെങ്കിലും ജീവൻ കൊടുക്കുവാൻ താങ്കൾക്ക് കഴിയുമോ? ജീവിപ്പിക്കാൻ അപ്പോൾ കഴിയുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൈമലർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അശോക ചക്രവർത്തി പറയുകയാണ്, അശോക ചക്രവർത്തിയോട് ഗുരു പറയുകയാണ്, ജീവിപ്പിക്കാൻ കഴിയാത്തവന് കൊല്ലാൻ അധികാരമില്ല. ഒരുത്തന് ജീവൻ കൊടുക്കുവാൻ കഴിയാത്തവന് കൊല്ലാനും അധികാരമില്ല. ഈ വാക്കുകൾ അദ്ദേഹത്തെ ബോധോദയത്തിലേക്ക് നയിച്ചുവെന്നും അദ്ദേഹം അഹിംസയുടെ പ്രവാചകനും പ്രചാരകനുമായി തീർന്നുവെന്നും വേട്ടക്കാരന്റെ ഭാവവും വേട്ടക്കാരന്റെ വേഷവും അദ്ദേഹം അഴിച്ചു വെച്ചുവെന്നും ഒരു മനുഷ്യ സ്നേഹിയായി മനുഷ്യ സ്നേഹികളെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു പുതിയ പ്രക്രിയയിലേക്ക് അദ്ദേഹം തന്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചു എന്നും ചരിത്രം. ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ വിദ്യ അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നമേ സൂചിപ്പിച്ചതുപോലെ വെളിച്ചത്തെ ഉള്ളിലേക്ക് കടത്തിവിടുക. പ്രത്യേകിച്ച് മലയാള ഭാഷ പഠിക്കുമ്പോൾ ഇപ്പോൾ അനിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്കൊരു നോസ്റ്റാൾജിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമ്മള് ആദ്യം പഠിച്ചു തുടങ്ങിയത് അമ്മയിൽ നിന്ന്. അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നത് ഒന്നാമതായി അമ്മയിൽ നിന്ന് നമ്മൾ തുടങ്ങി. ആ ഒരു മലയാളത്തിന്റെ ആ പദവും അതിലുള്ള ഒരു ഗൃഹാതരത്വവും പലപ്പോഴും നമുക്ക് ഈ പുറത്തുള്ള കാലഘട്ട ജീവിതങ്ങളില് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാല്യത്തിൽ അത് പഠിപ്പിക്കുമ്പോൾ ആ ഭാഷയിലൂടെ
നമ്മൾ ജനിച്ച സാഹചര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു പുതിയ ഉദ്യമമാണ് ഈ പ്രക്രിയയിലൂടെ നടക്കുന്നത്. ആ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതിന് ആശയം പകർന്നു തന്നവരെ, ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവരെ എല്ലാവരെയും അനൽപമായ എന്റെ സന്തോഷം ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ഇന്നത്തെ ഈ ദിവസം നമുക്ക് വളരെ പ്രിയപ്പെട്ട ദിവസമാണ്. ചരിത്രത്തിന്റെ ലിപികളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ദേവാലയത്തിന്റെ ചരിത്ര ലിപികളിൽ സ്വർണത്തിൽ എഴുതിയില്ലെങ്കിലും വെള്ളിയിലെങ്കിലും നമുക്ക് എഴുതി ചേർക്കാൻ കഴിയുന്ന നിമിഷങ്ങളാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മലയാള ഭാഷ പഠിപ്പിക്കുകയും ആ ഭാഷാ പരിചയത്തിലൂടെ അവരെ ആരാധനയിൽ സംബന്ധിപ്പിക്കുവാനും നമുക്ക് സാധ്യമായി തീരുന്ന അവസ്ഥ. അത്തരം ഒരു നല്ല സന്ദർഭം കൈവന്നതില് ദൈവത്തെ ഞാൻ ആദ്യം മഹത്വപ്പെടുത്തുകയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള എന്റെ ആദരവ് ഞാൻ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഈ മലയാള ഭാഷാ പഠന ക്ലാസ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഇടവകയിലെ എന്നെ കേൾക്കുന്ന അഭിവന്യ തിരുമേനിയുടെ അനുവാദത്തോടും ഈ ഇടവകയിലുള്ള എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെയും സാന്നിധ്യത്തില്, പ്രത്യേകിച്ച് നമ്മുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ഗുരുക്കന്മാരായിട്ടുള്ള എല്ലാവരുടെയും മുമ്പിൽ വണങ്ങിക്കൊണ്ട് ഞാൻ ഈ മലയാള ഭാഷാ പഠന പദ്ധതി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. കൈയടിച്ച എല്ലാരും. ഓക്കെ, സോ നമ്മുടെ ഭാഷയുടെ തുടക്കം നമുക്കൊക്കെ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ എഴുത്തിനിരുത്തുക എന്നൊരു ചടങ്ങിൽ കൂടെയാണ് നമ്മൾ മിക്കവാറും എല്ലാവരും മോസ്റ്റ് ഓഫ് us actually started. Please go on mute, please. Okay, so ഞാൻ പറഞ്ഞു വന്നത് മോസ്റ്റ് ഓഫ് us started with എഴുത്തിനിരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഭാരത സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എഴുത്തിനിരുത്ത് ഇവിടെ പ്രതീകാത്മകമായിട്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ നമ്മുടെ കോൺട്രിബ്യൂട്ടറായ റീജ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വിശദീകരിക്കുന്നതായിരിക്കും. റീജ. താങ്ക് യു അനിൽ. വാക്കുകൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛ, ഈ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായ എല്ലാവർക്കും നമസ്കാരം. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എഴുത്തിനിരുത്ത എന്ന ഒരു ചടങ്ങ് നിർവഹിക്കുക എന്നതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, വിദ്യാധനം സർവധനാൽ പ്രധാനം. എന്താണ് എഴുത്തിനിരുത്ത്? അതായത് അറിവിന്റെ അക്ഷരമുറ്റത്ത് പിച്ചുവെക്കാനായിട്ട് വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ അക്ഷരാഭ്യാസം ചെയ്യിക്കുന്ന ഒരു ചടങ്ങാണ് എഴുത്തിനിരുത്ത്. വിദ്യ എന്നാൽ അറിവാണ്. അറിവ് നേടുക അഥവാ ജ്ഞാനം ആർജിക്കുക എന്നതാണ് ഒരു നല്ല മനുഷ്യനായി തീരുവാൻ വേണ്ട ഒന്നാമത്തെ ഗുണം. വിദ്യ എന്ന ധനം ആർക്കും അപഹരിക്കുവാൻ അഥവാ മോഷ്ടിക്കുവാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും വിദ്യ എന്ന 2 അക്ഷരം കൊണ്ട് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ പള്ളിക്കൂടം ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും പ്രായഭേദമന്യേ ദൈവനാമത്തിൽ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഭാഗമാകുവാനായിട്ട് എനിക്കും സാധിച്ചു. അതിലും ഞാൻ നന്ദി പറയുന്നു. ഈ ക്ലാസ്സിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരും നേരത്തെ തന്നെ ഈ വിദ്യാരംഭ ചടങ്ങിൽ തുടക്കം കുറിച്ചവരും ഭാഷ അഭ്യസിച്ചവരൊക്കെയാണ്. എന്നാലും ഇവിടെ നമുക്ക് ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് നമ്മുടെ മലയാളം ക്ലാസ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായ ഇവ എന്ന ഒരു കൊച്ചു സുന്ദരിയുണ്ട്. ആ കുഞ്ഞിനെ കൊണ്ട് യേശു എന്ന വാക്ക് എഴുതിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്രയ്ക്കായിട്ട് തുടക്കം കുറിക്കാം. Thank you, Anil. Thank you, Rija. That was very cute. Thank you, Amole. All the best. ഇവിടെ നമ്മുടെ ഈ പള്ളിക്കൂടത്തിന് ഒരു ചെറിയ ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായിട്ട് പള്ളിക്കൂടത്തിന്റെ കോൺട്രിബ്യൂട്ടേഴ്സും നമ്മുടെ പള്ളിയുടെ ഹോണറബിൾ സെക്രട്ടറി ആയ
സാലു സാമും സൺഡേ സ്കൂളിന്റെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററായ വിദ്യയും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. അഭിനന്ദനായ തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പേരൻസ്, പഠിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കോൺട്രിബ്യൂട്ടേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പള്ളിക്കൂടത്തിന് ഒരു വലിയ ചരിത്രം, ഒരു കഥയുണ്ട്. വിജയ, ചെറുതായിട്ടൊരു ഐഡിയ കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. So I am a student. I am going to be learning Malayalam, so I don't know to speak in Malayalam much, but I will tell you the story in English. So few months ago, there was a joke in one of the church groups, and that joke was in Malayalam, a language which all of us know, many of us understand, and a few of us could read and write, right? So that actually triggered off the urge of learning Malayalam, and all of us in a joking way said, why don't you teach Rija? And Rija said, I don't have time. But then we spoke about it, and slowly and steadily that idea came into design, and we had a few people, which Sam will tell you about. We got into a group, and finally that group, actually we didn't know that we would be doing this in such a successful manner, but we are very happy and thankful to God that we see that dream come to daylight today, and we are opening the Pallikudam today. So over to you, Sam. My question is, why do we need to tell everybody, why do we need Pallikudam? Sam, if you can throw some light on that. Yeah, sure. വിജയ, അതൊരു ചെറിയ എന്നാൽ വലിയ ചോദ്യമാണ്. I'll try to answer that. നേരത്തെ അഭിമന്യു തിരുമേനി പറഞ്ഞതുപോലെ, അച്ഛൻ പറഞ്ഞതുപോലെ, അനിൽ പറഞ്ഞു വന്നതുപോലെ, ഒരു മാതൃഭാഷ, ഒരാളുടെ മാതൃഭാഷ പഠിക്കുക എന്ന് പറയുന്നത് അയാളുടെ ചരിത്രത്തോട്, അയാളുടെ സംസ്കാരത്തോട്, ട്രഡീഷനോട്, അയാളുടെ ആരാധന രീതികളോട്, ഇതിനോടൊക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണ്. കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭംഗിയായി കണക്ട് ചെയ്യാനുള്ള, പൂർണ്ണമായി കണക്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് ടു ലേൺ or you have to understand your mother tongue. That is one. പിന്നെ നമ്മുടെ ചർച്ച് ഇന്ത്യയിലെ തന്നെ, ഒരു പക്ഷേ ഏഷ്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ചർച്ചാണ്. അപ്പോൾ നമ്മുടെ ചർച്ചിലെ ആരാധനാക്രമങ്ങൾ, അതിലെ പഠിപ്പിക്കലുകൾ, അതിലെ പ്രാർത്ഥനകൾ, ഗാനങ്ങൾ, ഇതെല്ലാം ബേസിക്കലി രൂപപ്പെട്ടിട്ടുള്ളത് മലയാള ഭാഷയിലാണ്. നമുക്ക് കുഞ്ഞുങ്ങളുടെ അറിയാം, നിങ്ങളുടെ മംഗ്ലീഷ് പ്രാർത്ഥനാ ബുക്കുണ്ട് അല്ലേ? മിക്കവാറും ആൾക്കാർ, കുഞ്ഞുങ്ങളൊക്കെ മംഗ്ലീഷ് പ്രാർത്ഥന യൂസ് ചെയ്യാറ്. അതിൽ കുഴപ്പമില്ല, കാരണം ഇപ്പൊ നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ്സ് ഒന്നും ഇല്ല. ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ടി വരും, മലയാളവും ഇംഗ്ലീഷും ചേർത്തിട്ടുള്ള ഒരു പരിപാടി. ഓക്കെ, പക്ഷെ അതിനകത്ത് കൃത്യമായിട്ട് എല്ലാ അർത്ഥവും നമുക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ഉദാഹരണത്തിന്, you are breaking bit, okay? Yeah, sure. Can you hear now? Yeah, better. There's some. Is it clear? Yeah. നമ്മള് പള്ളിയിൽ പാടുന്ന ഒരു ചെറിയ ഒരു Salu, there is some sound. Break. If you reduce the volume of your computer, we can hear you better. Because it's crackling. There's a crackling sound. 1 second. Maybe you can. Yeah. So Salu is just connecting to the sound. So he has a lot to say. I will just say something why Pallikudam is important for me as a student. Why? Because when I go to Palli, there is a very,
very important thing that when there are new songs or new hymns which are being sung, not all of them are there in the Manglish books. So I look for these aunties who are standing next to me and wait for them to tell me what the song is. So I think if I start learning Malayalam, I will solve that problem. Salu, over to you. Yeah. Can you hear now? Still there's a cracking voice still. That's okay. You can. It is better now. Yeah. Yeah. നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിലെ ചില പാട്ടുകൾക്ക് നമ്മൾ അർത്ഥം മനസ്സിലാക്കി പാടിയ നല്ല രസമായിരിക്കും. അതുപോലെ നല്ല ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, വെളിവിണ്ടത്തിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ വേണ്ട കഷ്ടത ബീൻ ചിന്തയുമടിയാ ശ്രീന്നൊരിക്ക സൽക്രിയകൾക്കുമന സൽഗതി വരണേ ഞങ്ങൾക്ക്. മംഗ്ലീഷ് ബുക്കിനകത്ത് നമ്മള് വീൺ ചിന്തയെന്ന് എഴുതിയേക്കുന്ന വീൺ ചിന്ത എന്നാണ്. അത് എന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. വീൺ ചിന്ത ബാഡ് തോട്ട്സ്. അപ്പൊ അത് മലയാളത്തിൽ തന്നെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെ നന്നായി മനസ്സിലാവും. അപ്പോ സംഗതി സൽഗതി എന്ന് വെച്ചാൽ അത് വെരി ഗുഡ് ഡെസ്റ്റിനി. അപ്പൊ അത് സൽഗതി എന്നുള്ള മലയാളത്തിൽ പഠിക്കുമ്പോൾ അർത്ഥം വളരെ വ്യത്യാസപ്പെടും. ഓക്കെ, അതുകൊണ്ട് മലയാളം പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഏതാണ്ട് 45 മില്യൺ ആളുകൾ ഈ മലയാള ഭാഷ സംസാരിക്കുന്നത്. ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ്. സോ ഇറ്റ്സ് ഒബ്വിയസ്ലി എ പ്രിവിലേജ് ടു ലേൺ ദിസ് ക്ലാസിക്കൽ ലാംഗ്വേജ്. അത് മാത്രമല്ല, ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ ബന്ധുക്കളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഷ അങ്ങേയറ്റം നമ്മളെ സഹായിക്കും, അങ്ങേയറ്റം പ്രയോജനപ്പെടും. നമ്മൾ ഇത്രയും നാളെ പള്ളിക്കൂടത്തിന് വേണ്ടി ഉള്ള ഒരു പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റും? Sure. Vidya, over to you. Okay, thank you so much. So yes, if you are learning Malayalam, it's more easy to go to Kerala, travel across Kerala, reading the bus boards and connect with our Appachanmars and Amachimars easily in this language. So that's some of the other advantages of learning Malayalam. So the last 2 months, it was we thought it would be an easy journey, but it was a very, very long journey. We started with a few handful of people coming together and even thinking about that Malayalam would have been teaching Malayalam or learning Malayalam would be a good idea, and that's where it all started. We started with an online survey, a survey where we got an amazing response, and around 76 people enrolled in, and we had around 11 or 12 odd contributors who are going to be seen in the next couple of slides. We are so thankful to the church managing committee who approved this project and agreed to work with us. And we are so glad that we're using the Palli Zoom account for this, and that's something which is a blessing. We multitudes of brainstorming sessions every evening, most of the evenings, most of the weekends. We would be discussing what would be the best way to learn, what would be the easiest method to teach. So a lot of work has been gone behind into the content development. We are very proud to say that our training material for the next 3 sessions are already ready. So that's one good thing which we have done. The way we are going to teach Malayalam is also going to be right from the easiest method rather than going through the traditional method. So we were going to, you'll see a lot of changes in the way teaching is going to happen. You all are part of a WhatsApp group. So WhatsApp group was formed, and then we had different class groups which have been formed. And in fact, we also ran a pilot class where we had a few students who came and who gave us feedback, and we made changes according to the feedback.
we also had, I hope all of you had seen those reminder messages on the group, reminding how many days are left. So that was designed. And last but not the least, we had a logo competition, and we had a good number of people who actually responded to it. And we're going to be, looking at the winner also. So this was what has happened in the last 2 months. So if you're thinking that, learning Malayalam is easy, teaching Malayalam and preparing for that is very, very tough. And Anil can agree with me on that we have had immense number of conversations and, modifications. And that's where we come here today and launch our program. And we are very proud to do so. So over to you, Anil. Yeah. Thank you, Vidya. Thank you, Shalu. ഈ ഒരു ജേണി പറഞ്ഞതുപോലെ തന്നെ വളരെ ഡെഡിക്കേറ്റഡും പാഷനോടും കൂടിയ കുറേയധികം വോളണ്ടിയേഴ്സ്, അത് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റോടെ ഇരിക്കുന്ന കുറേയധികം പാർട്ടിസിപ്പൻസ്. സോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ we all have a common goal, and we are actually going to start the journey from today, and then hopefully we'll actually reach where we want in the next 6 to 8 months. ഓക്കെ, സോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ശാലുവും വിദ്യയും വളരെ വിശദമായിട്ട് പറഞ്ഞു. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ജേർണി തുടങ്ങുമ്പോൾ ഇതിനൊരു ഈ ഒരു വോയേജിനൊരു കപ്പിത്താനെ, നമുക്കൊരു ക്യാപ്റ്റനെ ആവശ്യമുണ്ട്. അപ്പം കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് നമ്മൾ സർവേയിൽ ചെയ്ത സമയത്ത് പലരും നമുക്ക് കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യത്തിന് സ്റ്റെപ്പിന് എടുക്കുമ്പോഴാണ്, നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ദൈവം 10 സ്റ്റെപ്പ് ഇങ്ങോട്ട് വരുമെന്നുള്ള രീതിയിലാണ് നമ്മളുടെ മുന്നിൽ രാജനങ്ങളിനെ ഒരു മെയിൻ കോൺട്രിബ്യൂട്ടർ ആയിട്ട് കൊണ്ടു നിർത്തിയത്. രാജനങ്ങളെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ഇടവകയുടെ എല്ലാ കാര്യങ്ങളും വളരെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് രാജനങ്ങള്. എന്നാലും ഒരു ഔപചാരികതയുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താം. രാജനങ്ങള് കഴിഞ്ഞ ഏകദേശം 40 വർഷത്തോളം പൂനെയിൽ ഉണ്ടായിരുന്നു. കേരളത്തില് ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞ ശേഷം പൂനെയിലോട്ട് വരികയും ഇവിടെ നിന്നിട്ട് സിംബയോസിസിൽ നിന്ന് മാസ്റ്റേഴ്സ് എടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ILS-ൽ നിന്ന് LLB കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ്. പ്രൊഫഷണൽ കരിയർ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ രാജനങ്ങള് കൂടുതലായിട്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് 4-5 ഇയേഴ്സ് റിട്ടയർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കോയിൻസിഡൻസ് എന്ന് പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്ന രാജനങ്ങളെ സംബന്ധിച്ചോളം വളരെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹി ഹാസ് ബീൻ ടീച്ചിങ് സൺഡേ സ്കൂൾ ലൈക്ക് ലാസ്റ്റ് 3 decades, 30 വർഷത്തോളം നമ്മുടെ സൺഡേ സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ അതർ സ്പിരിച്വൽ ഓർഗനൈസേഷൻ ഹി ഹാസ് ബീൻ ദെയർ, ടേക്കൻ കെയർ ഓഫ് ലോട്ട് ഓഫ് പൊസിഷൻസ് ഡ്യൂറിങ് ദാറ്റ് ജേർണി. അത് മാത്രമല്ല, അല്ലാതെ തന്നെ ഇൻ പൂനെ ഓൾസോ ഹി ഹാസ് ബീൻ ടീച്ചിങ് ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. സോ ഇത്രയും ക്രെഡിബിലിറ്റി ആയിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഒരാളെയാണ് ദൈവം നമ്മുടെ മുന്നിൽ കൊണ്ട് നിർത്തിയത്, നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു രാജനങ്ങൾ ഫോർ കമ്മിങ് ആൻഡ് ജോയിനിങ് അസ് ആസ് എ ടീം. സോ ഞാൻ രാജനങ്ങളെ ഒരു ഹെഡ് മാസ്റ്റർ മെസ്സേജ് തരാനായിട്ട് ക്ഷണിക്കുകയാണ്. രാജനങ്ങൾ വിൽ ടേക്ക് യു ത്രൂ വാട്ട് ഈസ് നെക്സ്റ്റ്, ആൻഡ് ദെൻ ഹി ഈസ് ഓൾസോ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ദ ടീം, ഹിസ് ടീം ടു യു ഗൈസ്. Thank you, Anil, for the kind words, even though I don't deserve all this. വന്യ തിരുവനസ്, ബഹുമാനപ്പെട്ട അച്ഛ, സ്നേഹനിധിയായ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മലയാളം ക്ലാസ്സുകൾ സമാരംഭിക്കുകയാണല്ലോ. Is there any problem for audio? No. You're good. Thank you. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ദേവാലയത്തിലെ ഒരു സീനിയർ മെമ്പറായ ശ്രീ 𝗣𝗹𝗶𝗺 നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികൾക്കായിട്ട് മലയാളം ക്ലാസ്സുകൾ ഏറെ വർഷങ്ങൾ നടന്നു വന്നിരുന്നത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്.
എന്നാൽ കുറേ വർഷങ്ങളായിട്ട് അത് മുടങ്ങിക്കിടക്കുന്നതിനാൽ മലയാളം പഠിക്കുവാനുള്ള അവസരം നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതിരിക്കുകയായിരുന്നു. ഈ അവസരത്തിലാണ് പുതിയ ദർശനവും കാഴ്ചപ്പാടും ഉൾക്കൊണ്ടുകൊണ്ട് ഊർജ്ജസ്വലരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ നവീന ആവിഷ്കരണ രീതിയിൽ പള്ളിക്കൂടത്തിന് പുതുജീവൻ നൽകിയിരിക്കുന്നത്. മലയാളം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഇതൊരു സുവർണ അവസരമാണ്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ എനിക്കും ഇതിൽ ഭാഗഭാഗാക്കുവാൻ അവസരം ലഭിച്ചത് ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ചരിതാർത്ഥമുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രചോദനദായകവും അനുഗ്രഹപൂർണവുമായ 2 ആശംസാ പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഭദ്രാസന മെത്രാപ്പോലീത്തായുടെ ആശീർവാദവും അനുഗ്രഹവും മംഗളങ്ങളും നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് മീ ബ്രീഫ് വാട്ട് ഈസ് സ്റ്റോർ ഇൻ പള്ളിക്കൂടം. അതായത് നമ്മുടെ റൂട്ട് മാപ്പ് എന്താണ്. ഫസ്റ്റ്, the formal inauguration which is going on now, that is on 22nd August 2020. Second, the first session with all the learners and contributors on 23rd August 2020. That is on tomorrow 4 p.m. to 5 p.m. So please make it a point to attend tomorrow's session. Third, our 1 hour sessions every Saturday/Sunday as per the classroom allotted for junior class and senior class. More detail will be given tomorrow during the combined session at 4 o'clock. Regular homeworks, worksheets, and revision activities. This is to make learning more meaningful, interesting, and effective. Fifth one, head holding and Q&A support, WA chats. This is for providing guidance and support and also to clear the doubts, if any. Sixth, regular competitions. This is to encourage and give a stimuli to instill competitive spirit. Seventh one, the course completion. Our duration is expected to be for about 8 months. We will be able to finish it in 8 months. And finally, the graduation day, which is to be conducted, and at that time the prize and the other awards will be announced. Now, the Pallikudam has 3 stems. The Pallikudam team. It can be shown on screen. That is faculty team, content team, and admin team. Now the faculty team. The faculty team consists of 7 teachers or gurus. 1, Mrs. Rija G. George. She is the lead guru. She has passed the MA Malayalam and a BA degree also. She is fully qualified as a teacher and she is a scholar in Malayalam literature. Rija is the lead guru or lead teacher since she is capable of giving necessary training and guidance to other teachers also, so that the classes will go smooth and will be attractive and useful. At present, she is working as administrator of St.Marys Academy. It may be added here that Mrs. Rija is the daughter of Reverend Father Sam G. Kalikan. Now, coming to the second teacher, Mrs. 𝗣𝗹𝗹𝗶𝗸𝗺. Priya has completed engineering in computer science. She has got a lot of professional experience, including teaching in Indian school Bahrain. Currently, she is working as assistant vice president, Deutsche Bank. Mrs. 𝗣𝗹𝗹𝗶𝗸𝗺 is closely associated with church activities, especially with Sunday school as a Sunday school teacher. As far as Malayalam Pallikudam is concerned, she is the leading contributor in resource material collection.
Now, the third teacher is Sri Anil Arunalayam. At the outset, let me say that without Anil's vision, dedication, planning, and concerted effort, the project Pallikudam would not have come to the present milestone. Anil has completed engineering in electronics and communication engineering, executive MBA from IIM Bangalore, and Indo-German Chamber of Commerce. At present, he is holding leadership position in world-famous company Bosch. He is an active member of our church, held positions as honorary trustee, joint trustee, youth movement secretary, etc. And he loves Madhur Bhasha, the culture and the tradition of our motherland. So, took keen interest in Pallikudam. Now, the fourth teacher is Mrs. Sally Biju. Sally Biju has completed graduation from Kerala, passed the secretarial course from Pune University. She is in the business field, but found time in church activities. She is an active member, and she is a Sunday school teacher also. And no doubt her contribution will be of great help to Pallikudam. Now, the fifth teacher is Mrs. Elizabeth Joseph. Mrs. Elizabeth passed BSc from Kerala. She is closely associated with the church activities in the Martha Maria Varda Samajam. She has passed the examination POCE and DOCE of our church and is still studying GOCE, which is conducted by the Malayalam Sabha. Now, the sixth teacher is Captain Joseph Zakaria. He is a graduate from Kerala, served Indian Army. After retirement, he is working as manager admin with Maharashtra Metro Rail Corporation. Captain Joseph also passed the POCE and DOCE exam. Captain Joseph is an active member of our church. He is the present joint trustee. Even last year also, he was the joint trustee. He is a leader in prayer group and also very active in other spiritual organizations. Now coming to the seventh teacher, our dear Mr. Salu Samuel Sam. He is the present secretary of our church. Mr. Salu is an active resource person of Pallikudam. Mr. Salu, after completing BSc Maths from University of Kerala, passed postgraduate diploma in computer applications, masters in public administration. He is passionate in literature, music, movies, and also in acting. He has won several Best Actor awards in schools and colleges. He is a writer, published 2 books, in addition to several articles on various subjects. At present, he is working in St.Marys School, Pune as administrator. As all of you know, he is now the present honorary secretary of our church. Now coming to the next branch, that is the content team. It consists of 3 people, Mrs. Vidya Matthews, Mrs. 𝗣𝗹𝗹𝗶𝗸𝗺, and Mrs. Rijaji George. I have already briefed about the 𝗣𝗹𝗹𝗶𝗸𝗺 and Rijaji George. Now, let me say a few words about Mrs. Vidya. Mrs. Vidya is a postgraduate in sociology from MDS University, Ajmer. She completed postgraduate diploma in business administration from Symbiosis, certified master trainer from Carlton, USA, NLP practitioner, at present running her own training consultancy, Vidya Incorporated. All of you know she is very much associated with church activities, especially the Sunday school. She is assistant HM of our Sunday school. Moreover, Mrs. Vidya is the district secretary of Pune District Sunday Schools. Mrs. Vidya is one of the main pillars of Pallikudam and the master brain behind the design and programming of
various exhibits of Pallikudam, as you might have seen. At the same time, as she has already told, she is keenly interested in learning reading and writing of Malayalam fluently, so that it will be an additional advantage to her. Now, the 3 members of the content team spend a lot of their busy time for gathering the content for the effective and smooth functioning of Pallikudam classes. Now, the third branch is, that is the admin team. 3 members in there are 3 members in the admin team. That is Mr. Salu, Mr. Anil, and Mrs. Sally Biju. With their administrative abilities, knowledge, with the sincere effort of other members, I am confident that the Pallikudam virtual classes will become a unique one as a model to other churches also, so that they will get motivated and will start similar classes in the future. With this, I conclude my words. Wish you all happy Onam in advance. Thank you very much. Over to Anil, please. Thank you very much. വളരെ വളരെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു. As all of you might have realized now, whole lot of energy, whole lot of effort, whole lot of initiatives, accountabilities are actually gone into Pallikulam already. As much as you are excited, we are also excited. Let's walk together in the journey of next 6 to 8 months. അടുത്തതായിട്ട് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിക്കൂടത്തെ പറ്റി ആലോചിച്ചപ്പോൾ we thought about what about creating a logo for our Pallikudam, and we found the name St. Marys Pallikudam. Now, how can we get a logo? At that point of time there has been discussion, okay, let's involve our students and contributors to make sure that okay, we are actually getting involvements and then entries from our own people rather than we actually designing one. So we actually put this as a small competition and then actually published in our Pallikudam school WhatsApp group, and we have seen so many entries. And all of beautiful entries. And then one thing which I realized, if we want to judge and then find out, the winner of this, it's going to be difficult because, probably we need some, professionals who understand this better. Fortunately, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തിനെങ്കിലും നമ്മൾ മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസോഴ്സ് നമ്മുടെ മുന്നിൽ ദൈവം കൊണ്ടുതരും. ആ സമയത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മുടെ ഏരിയ നമ്പർ 5 വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള നമ്മുടെ പ്രൊഫസർ ബിനോജ് വി ജോൺ, അദ്ദേഹം HOD MIT ലോണിയിലെ HOD ആണ്, അനിമേഷൻ ഡിസൈനിൽ. അദ്ദേഹത്തെ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുകയും ഈ എല്ലാ എൻട്രീസും അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. Binoj selected one which is closer to be a logo. Binoj, are you there? Thank you very much for your support. If you are there, if you can talk about how you reached into a conclusion. എങ്ങനെയാണ് വിന്നറിനെ എന്ത്? Are you there, Binoj? Yeah, so welcome everyone. Thank you, Anil sir, and our Achan, Rajanangal, and all the organizing team. It just came to me by Mr. Sam that there is some logo competition, and we are in a confusion that which one to take. So if you can help you out, and I was so happy, getting this opportunity, because serving God, that is always a pleasure to do. And I feel that my duty or my service, if I can help in God's service also, that will be great. So I got the brief from Mr. Sam,
and he gave that, okay, we are going to conduct this online virtual Malayalam class, and we got quite a entries. And to be very honest, when I gone through first round, all the logos were very beautiful. And then again, I know very well that again I called Sam and asked like what exactly we want to do with this. So said he then again gave me a brief about it, and then based on that, I understood it's a family who is going to study. There is no age bar, and it's happening under the umbrella of a church, and it is to do with literature, or you say our mother tongue. So I thought that should be our motto and our vision and mission, to study together, where family going to come together, and under the umbrella of a church, or maybe by almighty grace, we are going to study this our own very loving mother tongue Malayalam. So based on that, I made my selection. I sent it to, because again there was almost kind of a tie kind of thing, and I said to Mr. Sam that I find two are more close to them, but I have to take a one more round of it to consider all those things. And after almost an hour going through to and fro and all that, trying to understand the design aspects of it, I declared my decision to him, and I hand over to him that okay, this two can be the best, and completely up to you guys, whichever you want to take. So that was my decision, and thank you for all those whoever sent their entries. Wonderful work, keep doing it. No, I loved it. Thank you. Thank you. So അടുത്തതായിട്ട് നമ്മുടെ ലോഗോ അൺവീലിംഗ് സെറിമണിയാണ്. So in the next few moments we will be unveiling the logo. Over to you, Vidya. So winning logo ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജെന്നിഫർ ഡാനിയൽ ആണ്. Jenny, congratulations. Beautiful logo. And hello Jenny, there? Yes. Congratulations, Maya. Thank you. And I think I just wanted to emphasize the fact that okay, all of the logos were so beautiful, right? And then we just need to take one. That's the only thing that we did. Otherwise, all are pretty good. Great work by every individual. Congratulations to you all too. Okay, so we are actually coming towards the end of our program. So we started at 4:30. We are at 5:38. So let's try to conclude as soon as possible. But then before going for vote of thanks, right? So I thought probably if any of you guys wants to have, we'll have another 5 minutes open up. And if any of you participants who wants to talk anything about Palligudam, they are most welcome. So probably we will take next few minutes for that. You can unmute whoever wants. You can unmute. We are 60 odd people. Most of us are students in this group. So if you can just share a few thoughts, few words, it will be an encouragement to all of us also. And it will give us direction. I would be happy to share my experience. Go ahead, Ashley. Right. So, the best part that I got out of this meeting is
One thing is planning and execution. I found that your planning was very good. Can you hear me? Yeah, we can. Anil, can you hear me? Especially what I liked was your Anil, can you hear me? presentation had a start date and an end date. The end date is very important because whenever you do or whatever you do, there should be a start and an end date associated to it. And I could see that the planning was very good. The teachers that we have, very good. The students that we have, we'll definitely have a very good time in the classes. Wish you all the best. God bless you all. Thank you, Ashley. ഇടയ്ക്ക് വേറൊരാളുടെ സൗണ്ട് കൂടെ കേട്ടായിരുന്നു. I couldn't respond because Ashley was talking. Who was that? Yeah, can you hear me, Anil? Yeah. Now we can hear. Yeah, Anil is Jiju ആണ്, Jiju Thomas. Jiju. ഇതൊരു ഭയങ്കര നല്ല ഇനീഷ്യേറ്റീവ് ആണ്. ബിക്കോസ് ഞാനും നാട്ടിന്റെ വെളിയിലാണ് പഠിച്ചിട്ടുള്ളത് കൂടുതലും. നാട്ടിൽ 2 വർഷമേ പഠിച്ചിട്ടുള്ളൂ. ബട്ട് ഐ ഓൾവേസ് വാണ്ടഡ് ടു സീ കിഡ്സ് ലേൺ മലയാളം. US ഉണ്ടായിരുന്നപ്പോഴും ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ചെയ്തായിരുന്നു, പക്ഷേ അങ്ങനെ അത് മുമ്പിലോട്ട് പോയില്ലായിരുന്നു. ബട്ട് ഐ റിയലി ലവ് ദി ഇനീഷ്യേറ്റീവ് ബിക്കോസ് ഇറ്റ് ഹാസ് എ പ്ലാൻഡ് അപ്രോച്ച്, ഇറ്റ് ഹാസ് എ ടൈം ലൈൻ, എവറിഥിങ് ഇസ് വെരി ഓർഗനൈസ്ഡ്. Definitely would love to support it in the way possible. And so best of luck. That's what I would like to say. Thank you, Jiju. Anybody else? Excuse me, just a suggestion. Yeah. As a family, we are sitting here to learn Malayalam. But this was a suggestion from our side, because we will be getting to learn our services better, our hymns and our Kurbana meanings better. In between, if you all could incite little bit of Suryani, which would help us, even the children. Greek, Syriac language along with that will be of very good help, because this is only chance. That's what, just a suggestion. Yeah, I think thanks for the session. It's Miran. Yeah. Okay. Yeah, thanks for the session. We'll actually discuss this. To be honest, our ability to teach Suryani, I'm not sure. Yeah, so Thank you. Achan can also. Okay. Yeah. Anybody else? One more, my last. Then we'll go to the word of thanks. I think we should move. Yeah. Okay. So we are actually coming to the closure. So requesting 𝗣𝗹𝗹𝗶𝗸𝗺 to give word of thanks. Thank you, Anil. A very warm good evening to all who have gathered here to witness the inauguration of a very long cherished dream. We have reached the end of this hour-long program. ഇപ്പോൾ എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന വോട്ട് ഓഫ് താങ്ക്സ് എന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് അർത്ഥസമ്പുഷ്ടവും കാവ്യാത്മകവുമായ തന്റെ വാക്കുകളാൽ നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ മുംബൈ ഭദ്രാസനാധിപൻ കുര്ലോസ് തിരുമേനിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. We are sure Tirumeni's words motivated each one of us to do better and make our initiative most meaningful. Thank you, Tirumeni. അടുത്തായിട്ട് നമ്മുടെ വികാരി അച്ഛൻ ഫാദർ സജീവ് വർഗീസ് അച്ഛന്റെ നോർമൽ സംഭാഷണവും പ്രസംഗങ്ങളും ഒക്കെ തന്നെ സ്ഫുടതയുള്ള മലയാളം ക്ലാസ്സുകൾ തന്നെയാണ്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് അച്ഛന് എത്രത്തോളം ഈ ഭാഷയോടുള്ള സ്നേഹം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ ആശയത്തിന്റെ തുടക്കം മുതൽ ഒരു മാർഗദർശിയായിട്ട് നിന്ന് നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിച്ച അച്ഛനോടുള്ള
അച്ഛനോട് സെന്റ് മേരീസ് പള്ളിക്കൂടത്തിന്റെ പേരിൽ ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. Every church initiative flourishes with the complete cooperation of the management committee. We would like to extend our sincere gratitude to the approvals, adjustments, and this continuous support the committee had given to this particular initiative. Next, as you all know, our initiative is completely online. There are a few logistics involved in conducting the classes, especially the online platform. Now, the church Zoom account is put to use to conduct the classes. Now, to ensure the continuity of the Zoom account, there is already logistics have already been taken care. Here, we would like to thank and appreciate all the sponsors who have promised to take care of the Zoom account sponsorship. അടുത്തതായിട്ട്, you all witnessed our talents of logo competition. The logos we received were a collection of amazing ideas. And as Anil mentioned, we got an able and competitive expert to judge the competition. We thank Professor Vinoj John for his valuable time and support. Vinoj, also, we thank each of the logo participants for submitting their creative ideas. God bless you all. Next, our sincere thanks goes out to all those who enrolled for this Malayalam class. Thank you for showing interest. Thank you for being part of this journey for the last 2 months and being actively involved in the various activities. We asked you to record your videos and to send to us. We asked you to participate in the logo competitions. The response was awesome, and it actually motivated each one of us. A wide range of age group with a variety of academic and professional skill set from different locations have assembled here with a single motive, right? To learn our mother tongue. We are sure the journey ahead is going to be exciting. Thank you, each one of you, your parents, your family members, your extended family, whoever is supporting you in this, and looking forward for the time ahead together. And a big thank you to our Rivakuti and her parents for adding an auspicious and cute touch to the ceremony. God bless you, dear. അടുത്തതായിട്ട്, the backbone of this group, the contributor team, മറ്റ് തിരക്കുകൾക്കിടയിലും ഒരേ മനസ്സോടെ ഒത്തൊരുമയോടെ ഈ സംരംഭത്തിന് മുതിർന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി ഈ സമയം രേഖപ്പെടുത്തുന്നു. ഇതൊരു നീണ്ട യാത്രയാണ്. ആർജവത്തോടെ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാനുള്ള നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള സന്നദ്ധതയ്ക്കായിട്ട് നന്ദി പറയുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പരമകാരുണ്യവാനായ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതെ, നാം ഓരോരുത്തരും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അങ്ങയുടെ നാമ മഹത്വത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. May everything be for His glory. Wishing you all a good rest of the day. Thank you. Over to you, Anil. Thank you very much. നമ്മുടെ ഈ ഇനാഗുറേഷൻ ചടങ്ങ് ഒഫീഷ്യലി ഇവിടെ അവസാനിക്കുകയാണ്. അച്ഛ, എന്തെങ്കിലും ഫൈനൽ വേർഡ്സ് ഉണ്ടെങ്കിൽ അത് പറയാം. അതിനുശേഷം നമുക്ക് ഇത് ഇവിടെ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കാം. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നാളത്തെ മീറ്റിംഗിനെ കുറിച്ച് ഒരു റിമൈൻഡർ. ഓക്കെ, കറക്റ്റ്. സോ നാളെ, താങ്ക് യു രാജാങ്കൾ. നാളെ പറഞ്ഞതുപോലെ നാളെ കോമൺ സെഷൻ ഉണ്ട്. എല്ലാ സ്റ്റുഡൻസും, നമുക്ക് അറൌണ്ട് 75 സ്റ്റുഡൻസ് ഉണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്ലാസ്, എല്ലാവരും നാളെ 3:30 to no, is it 3:30 to 4:30? That's what we decided, right? Tomorrow? 4:30 nalle parnu. Okay, so it is 3:30 to 4:30 tomorrow. So we will send you the link. Request everybody to join. ഇനി മുന്നോട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ എങ്ങനെയാണെന്നുള്ളതിന്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ നാളെ കൊടുക്കുന്നതായിരിക്കും. So everybody should be, you request everybody to be present there. Okay, acha, for the praise. ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സംബന്ധം ആവാസം ഞങ്ങൾ എല്ലാവരുടെ മേലും, ഈ പ്രസ്ഥാനത്തിന് മേലും, ഇതിൽ പ്രവർത്തിക്കുന്നവരുടെ മേലും, പഠിതാക്കളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആവശ്യിക്കുമാറാകണമേ. ആമേൻ. Thank you all. And the participants, Priya Varghese with you. Anil, dress code undo?
എന്തുകൊണ്ടെന്ന്? ഡ്രസ് കോഡ്. ഡ്രസ് കോഡോ? യൂണിഫോം ഉണ്ടോ? ഡ്രസ് വേണം. മെരിൽ എന്ന് പറഞ്ഞു. മെരിൽ നമ്മുടെ മെരിലാന്നും അറിയത്തില്ല. സമോസ വല്ലതും? സമോസ പറഞ്ഞില്ലയോ, സ്പോൺസർ ചെയ്യാൻ ആളുണ്ടെങ്കിൽ ഉണ്ട്. അപ്പം ഉണ്ട്. നീ പഠിപ്പിക്കുന്നുണ്ട്. Okay. Thank you very much. I think around at the peak we touched around 65 to 75 people. That means probably many people, multiple ആൾക്കാരുണ്ട്. മനസ്സിലായോ? നമ്മളും ഉണ്ട് അതിനകത്ത്. ജോഷു ആന്റി. ഓ ഹലോ. എല്ലാം കേട്ടത്. നല്ല കാര്യങ്ങള്, നല്ല പ്രാർത്ഥനയുണ്ട് കേട്ടോ. താങ്ക് യു. അനിൽ പറയണം. ട്രസ്റ്റിയോടെ നിങ്ങളൊന്നും സംസാരിപ്പിച്ചാൽ ശരിയല്ല കേട്ടോ. ട്രസ്റ്റിയോടെ ട്രസ്റ്റി സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പറയേണ്ടിയായിരുന്നു. ട്രസ്റ്റിക്ക് സംസാരിക്കണ്ടെന്ന് പറഞ്ഞടാ. സജി വർഗീസ്, ഞാൻ ഓപ്റ്റ് ഔട്ട് ചെയ്തതാ. സജിയെ. യെസ് അനിൽ. ഞാൻ പറഞ്ഞാണേ. യെസ് യു ആർ റൈറ്റ്. അത് വർഗീസ് ഹാസ് ഹിസ് ഓൺ ഇഷ്യൂസ്. പുള്ളിക്കാരൻ ഒരു സമോസ കൊടുത്താൽ മതി. Okay, bye everybody. Bye. Anil. Thank you everybody. Anil, Vidya, everyone, thanks a lot. നല്ല രീതിയിൽ എല്ലാം പെർഫോം ചെയ്തു. Sure. We are getting recorded still, so thank you so much. I am going to leave. I have another meeting. Yeah. Okay, sure. We will have another meeting. I'll send you around 8 o'clock if all the